girls wind up on the dance floor. Hello guys, welcome to അപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ചെറിയ നമ്മുടെ ഈ പ്ലാസ്റ്റിക് പണ്ടത്തെ ചെറിയ കുപ്പികൾ പിന്നെ അതേപോലെ നമ്മൾ ഐസ്ക്രീം ഒക്കെ തിന്നുകൊണ്ടിരുന്ന പാത്രങ്ങളൊക്കെ ഇല്ലേ, അതുകൊണ്ട് നമ്മുടെ കോച്ചു ചേർക്കാൻ ഒരു ടേബിൾ ലാമ്പ് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇതിന്റെ മേക്കിംഗ് എല്ലാം ഫുള്ള് ക്രെഡിറ്റ് അൽ കോച്ചു ചേർക്കാനാണ് നമ്മുടെ ഫുൾ ഇന്നത്തെ പരിപാടികളെല്ലാം. ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കുന്നു. നമ്മളെ ഇതെടുക്കാം, നമ്മള് കാർഡ്ബോർഡ് ബോക്സ്, എന്നിട്ട് അതിനകത്ത് ഒരു ഇതെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ കുഴൽ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഓട്ടയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓട്ടയാക്കാം. ശരി, പണിയാണ് ഗായ്സ്. അപ്പോൾ ഗൈസ് ആ ഓട്ടക്കൂടെ നമ്മൾ കയറ്റിയാണ്. അവിടെ നേരത്തെ ഓട്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഒരു ബോക്സ്. അപ്പോൾ നേരത്തെ ഓട്ടാക്കി വെച്ചിരിക്കുന്ന ഐസ്ക്രീം ബോക്സാണ് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കൊച്ചി ചേർക്കനെ ബോക്സിൻ്റെ ഉള്ളിൽ ആ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഗ്യാപ്പ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവയിൽ കൂടെയാണ് ആ കുഴൽ കയറ്റുന്നത്. കൊച്ചി ചേർക്കൻ വളരെ സാഹസികമായി അടുത്ത ബോക്സിലേക്ക് കൂടി കയറ്റാൻ പോകുന്നു. കൊച്ചേർക്കൻ അപ്പൊ അങ്ങനെ രണ്ട് ബോക്സും നൂൽക്കമ്പി സെറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് കൊച്ചേർക്കൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും ഗൈസ്. ഇവിടെ ഒരു ഓട്ടോ കൊടുക്കുക ആദ്യം. ഓട്ടയെ കൂടെ ഇങ്ങനെ കൊണ്ടുവരാം. ജസ്റ്റ് ആ ഓട്ടോ കൂടെ കൊണ്ടുവന്നിട്ട് അപ്പുറത്തെ ഓട്ട വഴി കയറ്റുക. സംഭവമൊക്കെ വളരെ ലളിതമാണ്, നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്നൊരു സംഭവമാണ്. നിങ്ങൾക്ക് സൈസ് ആയിട്ട് ഇങ്ങനെ കുറയ്ക്കും കൂട്ടും ചെയ്യാം. അതെ, ഇത് കമ്പി വെച്ചിട്ട് തന്നെ നമുക്ക് സൈസും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഗായ്സ് നേരെ നിൽക്കണം നമ്മളുടെ സാധനം. നമ്മൾ അടുത്ത ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഗായ്സ്. അപ്പോൾ സംഭവത്താണ് നേരത്തെ പറഞ്ഞില്ലേ നൂൽക്കമ്പി വെച്ച് ഫിറ്റ് ചെയ്യുന്ന കാര്യം. ആ ഒരു ഇത് വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇവിടെ. ഇപ്പൊ നമുക്ക് ഒരു ഇത് കിട്ടും. അടുത്ത് നമ്മള് ബൾബ് ഫിറ്റ് ചെയ്യാനുള്ള സാധനത്തില് അപ്പൊ ഞാൻ അടുത്ത കൊച്ചേർക്കാൻ ഹോൾഡർ എടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് ചെയ്യാൻ പോലുള്ള പരിപാടിയാണ്. ചെറിയ പിള്ളേരെ ഇത് ചെയ്യുമ്പോൾ മാക്സിമം അടുത്തൊരു മുതിർന്ന ആൾക്കാർ വേണം കേട്ടോ, അല്ലാണ്ട് തന്നെ ചെയ്യരുത് ഈ കാര്യങ്ങള്. കാരണം ഇലക്ട്രിക് ഷോക്ക് വെച്ചിട്ടുള്ള പരിപാടിയാണ്. നമ്മളിനി ഈ വയർ കുഴലിനകത്ത് കയറ്റുക. അത് അപ്പൊ ഈ പ്ലാസ്റ്റിക് ഇതിനകത്ത് കയറ്റുക. സംഭവം ഗൈസ്, ആ കുഴലിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ രണ്ട് ഇത് കയറ്റാണ്, വയറ് കയറ്റാണ്. എന്നിട്ട് അപ്പുറത്ത് എവിടേക്ക് റീച്ച് എടുത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക് ഷോക്ക് ഉണ്ട്. അപ്പോൾ മുതിർന്ന ആരെങ്കിലും ചെയ്യുള്ളൂ കൂടെ വേണം, പിള്ളേർ തന്നെ ചെയ്യരുത് ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ കൊച്ചുകാർക്കൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടെണ്ണം കൂടിയും ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കൊച്ചുകാർക്കൻ അതിധീരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അപ്പൊ ഞങ്ങൾ നേരത്തെ ഇവിടെ ഒരു ഓട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മള് വയറിഞ്ഞാത്ത ഇഞ്ഞുള്ളിൽ കൂടെ ലൂസ് കോണ്ടാക്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ വെച്ചിരിക്കുന്ന വയർ നമ്മൾ ഇതിനെ കണക്ഷൻ കൊടുക്കണം, ഈ ബൾബ് വെക്കുന്ന സാധനത്തിൽ. അതായത് ഒരു എൻഡിലുള്ള രണ്ട് വയറുകളുണ്ടല്ലോ, ഇതാ ഈ ഒരു സൈഡിലെ വയറും ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന വയറും അതേപോലെ തന്നെ ആ ഒരു സ്ഥലത്ത് അപ്പുറത്തും ഉണ്ട് അതേപോലെ തന്നെ വയറ്. അപ്പോൾ ഇത് രണ്ട് വഴിയാണ് അവൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഹോൾഡറിൻ്റെ ഉള്ളിലേക്ക് വയറ് കയറ്റും. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. പിള്ളേർ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സഹായത്തോടെ ചെയ്യുക. പ്രത്യേകിച്ച് സൂക്ഷിക്കണം, ഈ കമ്പിയൊക്കെ നമ്മളെ കൈ കട്ടാൻ സാധ്യത ഉണ്ട്. ഷോക്ക് അടിക്കുക എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒന്ന് ഇനിയിപ്പോൾ രണ്ടാമത്തെ കൂടി അതേപോലെ ചെയ്യുന്നു.
ഞാൻ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ തിരിക്കാം. ആ കഴിച്ചത് അത് നോർമലാണ്. നമ്മളെ മറ്റേ ഹോൾഡറിൻ്റെ ഉള്ളിലേക്ക് വയറ് കയറ്റിയപ്പോൾ അതൊന്ന് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ പറഞ്ഞത്. സംഭവമൊക്കെ സിമ്പിളാണ് ഗൈസ്. അപ്പോൾ അത് അതിൻ്റെ കുറച്ച് ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ സംഭവം ശരിയാവും. ഓക്കെ, അപ്പോൾ കൊച്ചുകാർക്ക് ഹോൾഡർ ശരിയാക്കിയിരിക്കണം. ഇനി അടുത്ത ചെയ്യാൻ പോണത് കമ്പി. ഇത് നമ്മൾ സാധാരണ ഉള്ള ഷീറ്റാണ്. നമ്മുടെ ഇവിടെ വാങ്ങുന്ന ഷീറ്റുകൾ ഉണ്ടാവില്ലേ വീടിനുള്ള, ആ ഷീറ്റാണ് അവനോട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ കൈ മുറിയാതെ സൂക്ഷിക്കണം. അതിന് സൈഡൊക്കെ നല്ല ബ്ലേഡ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. വളരെ ശ്രദ്ധാപൂർവമാണ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഷീറ്റ് കൈ മുറിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്താ അറിയോ, പ്ലാസ്റ്റിക് നമ്മള് ബൾബ് ഫിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇവിടെ കത്തി പിടിക്കാൻ ഉരുകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഷീറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ കഴിച്ചാൽ പ്ലാസ്റ്റിക് നമ്മൾ മറ്റേ ഇതുണ്ടല്ലോ ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ ഉരുകും. പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ കുറേ നേരം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവനതിൻ്റെ സൈഡൊക്കെ ഷീറ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേപോലെ കവർ ചെയ്യണം. അത്യാവശ്യം നല്ല ഒരു റിഫ്ലക്ഷനും കിട്ടുകയും ചെയ്യും ലൈറ്റിൻ്റെ. കൊച്ചവർക്ക് വളരെ സൂക്ഷിച്ച് ചെയ്യണം. കൊച്ചവർക്ക് അങ്ങനെ പതുക്കെയാണ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. കൊച്ചവർക്ക് ഇവിടെ നേരത്തെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡെമോ ആണ്. ഇതിപ്പോൾ വേറൊരെണ്ണം പുതിയൊരെണ്ണം കൂടെ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്കൊരു വീഡിയോ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കൊച്ചവർക്ക് വളരെ ബുദ്ധിപൂർവ്വമാണ് ചെയ്യാൻ പോകുന്നത്. കൊച്ചർക്കൻ അപ്പോൾ രണ്ട് സൈഡും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് നമ്മൾ രണ്ട് സൈഡും കൂടി സെറ്റാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ കറക്റ്റായിട്ട് കണ്ടോ. ഇതേപോലെ ജസ്റ്റ് നമ്മൾ ഉള്ളിൽ ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുക. ഈ ഗൈസ് നമ്മളിനി ഈ വയറിനി ഇങ്ങനെ കൂട്ടാം. അപ്പോൾ സോറി ഗൈസ്, നമ്മളിനി ഇതിന് അടപ്പില്ല. സാധാ ഹോൾഡറിന് നമുക്ക് ഇവിടെ ഒരു അടപ്പ് വരും. പക്ഷെ ഇവന്റെ ഇരിക്കുന്ന സാധനത്തിന് അതില്ല. അപ്പൊ നമ്മളിവിടെ തൽക്കാലം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചെയ്യും. അതുവരെ തൽക്കാലം ഒരു കോട്ടിങ് കൊടുക്കണം. കാരണം പെട്ടെന്ന് നമുക്ക് ഷോക്ക് അങ്ങനത്തെ സാധനങ്ങൾ നേക്കാതിരിക്കാനാണ് അവിടെ നമ്മൾ ഈ ഒരു ഇൻസുലേഷൻ വെച്ച് ഒട്ടിക്കുന്നത്. അപ്പൊ ഇനി നമ്മളിനി ഈ വയറിനി ഉള്ളിൽ കൂടെ കയറ്റണം. അപ്പൊ നേരത്തെ ഇതിന്റെ രണ്ട് എൻഡ് വെച്ചെന്ന് പറഞ്ഞില്ല. ആ ഒരു എൻഡിന്റെ ഇപ്പുറത്തൊരു സൈഡ് ഉണ്ട്, ബാക്കിലുണ്ട്. ഇവിടെ നിങ്ങൾ വലിക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കാര്യങ്ങൾ ശരിയാവും. ഇതിന്റെ ഉള്ളിലുള്ള ഈ ഹോൾഡർ നമ്മൾ അവിടേക്ക് ഇങ്ങനെ വലിച്ചു കയറ്റാണ്. തള്ളി കൊണ്ടുവരിക. മാക്സിമം അതിന്റെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കണം. ഗായ്സ് നിങ്ങൾക്ക് ഇനി നമുക്ക് ഇനി ഇതിന്റെ സൈസിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. നമ്മളിതാ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ സൈസ് അതിന്റെ അത്യാവശ്യത്തിന് ഇങ്ങനെ ഈ കറുത്ത ഈ ഇത് വെച്ചിട്ട് ഇങ്ങനെ കുറയ്ക്കാം. ഞങ്ങൾ ഇത്ര മിനിമമാണ് വെക്കാൻ പോണത്. ഞങ്ങൾ ഈ ഇതിന്റെ കണക്ഷൻ കൂടി ഫിറ്റ് ചെയ്യാൻ പോകണം. സംഭവമൊക്കെ സിമ്പിളാണ് ഗൈസ്. അപ്പോൾ രണ്ട് ഇതെടുക്കുന്നു, പ്ലാസ്റ്റിക്കിൻ്റെ രണ്ട് സംഭവങ്ങൾ എടുത്തിട്ട് നമ്മളിവിടെ രണ്ട് ഓട്ടയാക്കിയിട്ട് ഒരു കറുത്ത കുഴലിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ചെയ്യുമ്പോൾ നമ്മളുടെ ഗൂഗിൾ മോനാണ് ഇപ്പൊ ചെയ്യാൻ പോണേ.
കുട്ടികൾക്ക് ഇത് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കരണ്ട് കളിയാണ്, അതുകൊണ്ട് നമ്മളുടെ കോകിൽമാനാണ് ചെയ്യുന്നത്. കറണ്ടിന്റെ പ്രശ്നം ഉണ്ടപ്പോ ഞാനിപ്പോ ചെയ്തു കൊടുക്കണതാണ്. ആ മറ്റേ സൈഡിൽ ഇങ്ങനെ നെട്ടൊക്കെ വിട്ട് ശരിയാക്കാനുണ്ട് കുറച്ച് പരിപാടി. അപ്പൊ അതൊന്ന് ചെയ്ത് കൊടുത്താൽ പിന്നെ അങ്ങനെ ബാക്കി കാര്യങ്ങൾ ചെയ്തു. നമ്മൾ എല്ലാ പരിപാടിയും ഇനി ചെയ്ത് കഴിഞ്ഞിരിക്കണം. നമ്മളൊരു ബൾബ് ഫിറ്റ് ചെയ്യാൻ പോവാണ്. നേരത്തെ നമ്മളൊരു ഹോൾഡർ ഉണ്ടാക്കില്ല ഗൈസ്, അതിന്റെ ഉള്ളിലാണ് ആ ബൾബും കൂടി നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോണം. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോവാം. അപ്പൊ കൊച്ചു ചെറുക്കൻ്റെ റൂമിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. കൊച്ചിൻ്റെ ചെറുക്കൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോണത് ഗൈസ്. അവിടെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ അവിടെ നിന്നോട്ടെ, ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ കൊച്ചേർക്കൻ ലൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കാണിച്ചു തരുന്നതായിരിക്കും. കൊച്ചേർക്കൻ്റെ ഒരു ബുക്ക് വായിക്കാൻ പോകണം. റെഡി 1 2 3 യെസ്. അപ്പോൾ നമ്മുടെ ടേബിൾ ലാമ്പ് സെറ്റ്, അതിനിതാ കൊച്ചേർക്കൻ വായിക്കാൻ പോകും. അപ്പോൾ അതിലിങ്ങനെ നമുക്ക് കണ്ടാലേ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊച്ചു ചെറുക്കൻ്റെ പരിപാടി ഇതൊക്കെയാണ്, കൊച്ചു കൊച്ചു പരിപാടികളാണ്. ഇതാണ് കൊച്ചു ചെറുക്കൻ്റെ ടേബിൾ ലാമ്പ്. നമ്മുടെ ചെറിയ 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 പരിപാടികളൊക്കെ നമ്മുടെ ടേബിൾ ലാമ്പെല്ലാം സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ ഡി ജെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കോച്ചിനൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യെസ്, അപ്പോൾ കൊച്ചു ചേർക്കാൻ വീണ്ടും റോക്കിംഗ്. അപ്പോൾ സോ ഇറ്റ്സ് മീ ബിമൽ ആൻഡ് കൊച്ചു ചേർക്കാൻ സൈനിങ് ഔട്ട്. യോ ബേബി.